രാജിക്ക് പിന്നാലെ വിവാദങ്ങൾ കത്തുമ്പോഴും മൗനം തുടരുകയാണ് LDF മുൻ കൺവീനർ EP ജയരാജൻ. കണ്ണൂരിൽ തുടർന്നിട്ടും മാധ്യമങ്ങളിൽ പോലും പ്രതികരണം നടത്താതെ EP തുടരുന്നത് ഇടതുമുന്നണിയിലും ആശങ്ക ഉണ്ടാക്കുന്നു. അതേസമയം EP ജയരാജനെ വിടാതെ P ജയരാജൻ റിസോർട്ട് വിവാദത്തിൽ വിമർശനങ്ങൾ തുടരുക തന്നെയാണ്. ശാലിനി തന്നെ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ശാലിനി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EP ആദ്യം ഒന്ന് തൊടുത്തുവിട്ടു. അത് CPM-നും ഒപ്പം തന്നെ ഇടത് രാഷ്ട്രീയത്തിനൊക്കെ വലിയൊരു തലവേദനയായിരുന്നു. ഇത് അൻവർ വരെ എത്തിയിരിക്കുന്നു. ഇപ്പോഴും EP മൗനം തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജനൻ TV-യോട് തന്നെ പറഞ്ഞു തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ തന്നെ ആത്മകഥയിലൂടെ പറയും. രചന അവസാന ഘട്ടത്തിലാണ്. പറയേണ്ടപ്പോൾ പറയും, പിന്നീടാണ് ആത്മകഥ. ഞാൻ പറയേണ്ടപ്പോൾ പറഞ്ഞുകൊള്ളാം, എന്തോ മനസ്സിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് EP എന്ന് തോന്നുന്നു. വലിയൊരു ബോംബായിട്ട് അത് പുറത്തു വരും. രജനി, കൃഷ്ണരാജ്, അതുതന്നെയാണ് ഏറ്റവും ആശങ്കയോടുകൂടി CPM-ന്റെ കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. കാരണം CPM-ന്റെ വിശ്വസ്തനായ ഒരു നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒരു ഘട്ടങ്ങളിൽ പാർട്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കണ്ണൂരിലെ പാർട്ടി അല്ലെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയം വളർത്തിയെടുക്കാനൊക്കെ മുൻപിൽ നിന്നൊരു നേതാവാണ്. ആ നേതാവ് ഇത്തരത്തിൽ അകന്നു മാറുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ ഒരു രാജി നടന്നു, ദിവസങ്ങൾ പിന്നിടുന്നു, അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലുണ്ട്. കണ്ണൂരിൽ അദ്ദേഹം മൗനം തുടരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ആശങ്കാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിവിധ വാർത്തകൾ വന്ന് EP വലിയ രീതിയിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും പാർട്ടി കേന്ദ്രങ്ങൾ EP-യെ നിരീക്ഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കണം പാർട്ടി പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെയാണ് P ജയരാജൻ EP ജയരാജനെതിരായിട്ടുള്ള ആരോപണങ്ങളിലും ഒപ്പം തന്നെ ഇരുവരും തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ അത് അതേപടി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇടഞ്ഞു നിൽക്കുന്നവർ രണ്ടുപേരും. ഒന്ന്, അൻവർ ഇടഞ്ഞല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആരോപണം കൃത്യമായി തൊടുത്തു വിടുന്നുണ്ട്. EP-യും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പുതിയ വിവാദം വന്നത്, അതായത് ADGP വിവാദം വന്നത് EP ജയരാജനോടുള്ള മൃദു സമീപനത്തിലേക്ക് പോകാൻ CPM-നെ പിന്തള്ളുമോ അല്ലെങ്കിൽ അതിന് കാരണമാകുമോ എന്നൊരു ചോദ്യം കൂടിയില്ലേ? അതുതന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു ദിവസം EP സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി പങ്കെടുക്കാൻ എത്തുന്നില്ല, രാജി സമർപ്പിച്ചു എന്നുള്ള വാർത്തകൾ ആശങ്കയോടുകൂടിയാണ് CPM കേന്ദ്രങ്ങൾ കണ്ടത്. ഒപ്പം തന്നെ പുതിയൊരു LDF കൺവീനറെ നിയമിക്കാനും നിയോഗിക്കാനുമുള്ള ചർച്ചകളും അവിടെ കാര്യമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് EP പല ഘട്ടങ്ങളിലും പാർട്ടിയുമായി വിട്ടുനിൽക്കുന്നു. കാരണം അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായി വന്ന പല ആളുകളും അദ്ദേഹത്തിനേക്കാൾ മുതിർന്ന ചുമതലകളിലേക്ക് എത്തി. ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ പിന്നീട് ഒരു പാർട്ടി സെക്രട്ടറി ആരെന്ന് ചോദിക്കുമ്പോൾ അത് EP ജയരാജൻ എന്നുള്ള പേരുകൾ ഉയർന്നു വന്നപ്പോൾ അവിടെയും പാർട്ടി വെട്ടിനിരത്തൽ നടത്തി MV ഗോവിന്ദനെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ തന്നെ വെട്ടിനിരത്തുന്ന അല്ലെങ്കിൽ തന്നെ ഒപ്പം നിർത്താത്ത പാർട്ടിക്കൊപ്പം താനിനി ഇല്ല എന്നുള്ളൊരു നിലപാട് EP എടുക്കുകയാണെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, CPM രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകളും പ്രതിരോധവും ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മനസൂക്ഷിപ്പ് കൂടിയാണ്. സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പല കാര്യങ്ങളും, രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് EP ജയരാജൻ. അത് മാത്രമല്ല, കണ്ണൂരിൽ EP-യുടേതായ ഒരു ഇടമുണ്ട്. അവിടെ നിന്നും EP പെട്ടെന്ന് പാർട്ടി പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂരിലെ CPM രാഷ്ട്രീയം എന്താകുമെന്നുള്ളൊരു വലിയ ചോദ്യം ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ടല്ലോ EP-യെ. അതും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഞാൻ ആദ്യം അതിലേക്കാണ് വന്നത്. അതായത് കഴിഞ്ഞ സംസ്ഥാന സമിതിയിലും ഈ റിസോർട്ട് വിവാദമൊക്കെ ചർച്ചയാക്കണം എന്നുള്ളൊരു കാര്യം ആദ്യം ഉയർത്തിക്കൊണ്ടു വന്നതും P ജയരാജനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി EP ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടി ബന്ധു നിയമനം, ഒപ്പം തന്നെ മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയത്, തൊട്ടു പിന്നാലെ വൈരഹം റിസോർട്ട് അടക്കമുള്ള റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, ബന്ധുക്കളുടെ ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴും അന്നൊക്കെ പാർട്ടി അദ്ദേഹത്തിനെ സംരക്ഷിക്കാതെ ഒരു നിലപാടെടുക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. സ്വാഭാവികമായും സംഘടനയിലെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമായും CPM-ന്റെ സംസ്ഥാന സമിതി അജണ്ട വെച്ചത്. ആ സംഘടനയിലെ ചില കാര്യങ്ങൾ എന്നുള്ളതിൽ ഏറ്റവും എടുത്തു ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. EP ജയരാജനെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് ചർച്ച ചെയ്യണം, പരിശോധിക്കണം എന്നൊരു ആവശ്യമാണ് P ജയരാജൻ ആ ഒരു സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത്. P ജയരാജനൊപ്പം നിൽക്കുന്ന ചില
അണികളും അദ്ദേഹത്തും ബന്ധപ്പെട്ട അടുത്ത ചില സംസ്ഥാന സമിതി അംഗങ്ങളും ആ ഒരു വിഷയത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിരോധമുണ്ടായി. പാർട്ടി അച്ചടക്ക നടപടി നേരിടേണ്ടതായി വരും എന്നുള്ളൊരു സാഹചര്യം എത്തിയപ്പോഴാണ് പൂർണ്ണമായും LDF കൺവീനർ സ്ഥാനം പൂർണ്ണമായും ഒഴിഞ്ഞുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നും EP ജയരാജൻ വിട്ടുനിൽക്കുകയും ചെയ്തു. എന്നാലും അദ്ദേഹം പ്രതികരിക്കാൻ സമയമാകുമ്പോൾ പ്രതികരിക്കാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ പ്രതികരണം ഒരു പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. പാർട്ടി അംഗത്വം അടക്കം രാജിവെച്ചുകൊണ്ട് പ്രാഥമിക അംഗത്വം അടക്കം രാജിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എങ്കിൽ അത് കൂടുതൽ പ്രതിരോധം പാർട്ടിക്ക് ഉണ്ടാകും. ഈ ഒരു വലിയ രീതിയിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ EP-യുടെ പ്രതികരണങ്ങൾ പാർട്ടിയുടെ മുഖം വികൃതമാക്കുമെന്നുള്ളത് സംശയമില്ല. കൃഷ്ണരാജ്.